ഹൈറേഞ്ചിൽ മഴ ശക്തമായതോടെ ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങളിലും നീരൊഴുക്ക് വർദ്ധിച്ചു. കൗതുകവും സൗന്ദര്യവും നിറഞ്ഞ അഞ്ചുരുളി വെള്ളച്ചാട്ടം സന്ദർശകർക്ക് നയന മനോഹര കാഴ്ചയാണ്. കിലോമീറ്റർ നീളുന്ന അഞ്ചുരുളി തുരങ്കത്തിൽ നീർമണികൾ വീണ് ചിതർന്ന കാഴ്ചയ്ക്ക് ഒരു ചരിത്രവുമുണ്ട്. കാണാം ആൽവിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉരുളി കമഴ്ത്തി വെച്ച പോലെ 5 കുന്നുകൾ. അഞ്ചുരുളി എന്ന പേര് ചൊല്ലി വിളിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന ആദിവാസികൾ. നിർമ്മാണത്തിലെ അത്ഭുതമാണ് അഞ്ചുരുളി തുരങ്കത്തിന്റെ പ്രത്യേകത. ആയിരത്തി 1974 ഭീമൻ പാറയുടെ ഇരുവശവും ഒരേപോലെ തുറന്നാണ് അഞ്ചുരുളി തുരങ്കം നിർമ്മിച്ചത്. 5 കിലോമീറ്ററാണ് തുരന്നെടുത്തത്. കോലഞ്ചേരി സ്വദേശി പൈലി പിള്ളയാണ് തുരങ്ക നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടങ്ങളിൽ 22 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 1980 തുരങ്കം ഉദ്ഘാടനം ചെയ്തത്. ഇരട്ടയാർ ഡാമിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഇടുക്കി ഡാമിലേക്ക് 50 അടി താഴ്ചയിൽ പതഞ്ഞു തെറിക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. വളരെ നന്നായിട്ടുണ്ട്. നല്ലൊരു സ്ഥലമാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട്. നമ്മൾ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. ചേർത്തലയിൽ പെരുമ്പളം എന്ന് പറയുന്നൊരു ദ്വീപിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇവിടെ കാണാനായിട്ട് വളരെ ഭംഗിയാണ്. നല്ലൊരു വെള്ളച്ചാട്ടം. ഇടുക്കിനെ സംബന്ധിച്ച് അടിപൊളി ഒരു സ്ഥലമാണ് അഞ്ചുരുളി. കൂടുതൽ മനോഹരമായി. നല്ല രസമുണ്ട്. ഇവിടെ നിന്നാൽ നല്ല വ്യൂ ആണ്. പിന്നെ നല്ല കാറ്റാണ്. പിന്നെ നല്ല കാലാവസ്ഥയാണ് ഇവിടെ. ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ഇവിടെ കാണാൻ വരുന്നതാണ്. പിന്നെ കടൽ പോലെ കണ്ടില്ലേ, തിരമാല പോലെ തന്നെ കടലല്ലെങ്കിൽ പോലും അതേപോലെ ഒഴുകുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. പിന്നെ ഉരുളിക്കകത്തുനിന്ന് വെള്ളം വരുമ്പോഴാണ് ഇവിടെ ഒത്തിരി വെള്ളം ഉള്ളപ്പോൾ വരുന്നത്. അങ്ങനെയാണ് അഞ്ചുരുളി എന്ന് പേര് വന്നതെന്ന് തോന്നുന്നു. കട്ടപ്പന ഏലപ്പാറ വഴി കാക്കാട്ടുകടയിൽ നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ അഞ്ചുരുളിയിലെത്താം. നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന ഇടുക്കി ജലാശയവും അതിലേക്ക് പതിക്കുന്ന വെയിലും കോടമഞ്ഞ് പുതച്ച അഞ്ചുരുളിക്ക് മാറ്റിക്കൂട്ടുകയാണ്. ന്യൂസ് മലയാളം 24/7 ഇടുക്കി.